2026-2027 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെയും കടബാധ്യതയുടെയും ധവളപത്രം ഒരു വശത്ത് കാണിച്ച് റിയലിസ്റ്റിക് ആയ ആസൂത്രണത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സാധാരണക്കാരെ കയ്യിലെടുക്കാൻ KSRTCയിലെ സൗജന്യ യാത്രയും റബ്ബറിന് 250 രൂപ താങ്ങുവിലയും 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസും ഒക്കെ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ബജറ്റ് ശരിക്കും ഒരു തിരുത്തൽ രേഖയാണ്. ഒരു ഓവർ ഹെഡ് ടാങ്ക് പോലെയാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ. അത് ചില ലീക്ക് ഉണ്ടാകുമ്പോൾ താഴെയുള്ള ഓരോ ടാപ്പിലും പ്രഷർ കുറയും. അത് തന്നെയായിരിക്കും ഇവിടെയും നടക്കുന്നത്. നമ്മുടെ വീട്ടിൽ വരവ് കുറവാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അത് തന്നെയാണ് ഈ ബജറ്റിലൂടെ സർക്കാർ ശ്രമിക്കുന്നത്. ആവശ്യമില്ലാത്ത ചെലവുകൾ നമ്മൾ പരമാവധി കുറച്ച് ഒപ്പം പുതിയ വരുമാന മാർഗങ്ങൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മൾ വിദേശത്തു നിന്നുള്ള പണത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു റെമിറ്റൻസ് എക്കോണമിയിൽ നിന്നും സ്വകാര്യ നിക്ഷേപങ്ങളെ വൻതോതിൽ ആകർഷിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമിയിലേക്ക് മാറാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പശ്ചാത്തല സൗകര്യ വികസനത്തിനായി പുതിയ നയങ്ങളും ഡിജിറ്റൽ ഗ്രീൻ സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തി ഒരു പുതുയുഗ കേരളം സൃഷ്ടിക്കാനുള്ള ശാസ്ത്രീയമായ ഒരു റോഡ് മാപ്പ് മുന്നോട്ട് വയ്ക്കാൻ ധനവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. എത്രമാത്രം സക്സസ് ആകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരളത്തിൻ്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താൻ ഒരു സമഗ്ര പദ്ധതി ഇന്ന് VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഷൻ സമുദ്ര എന്ന പദ്ധതിയാണത്. അത് കേരളത്തിൻ്റെ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഗതാഗത മേഖലയ്ക്ക് ആകെ ബൂസ്റ്റ് ആകുന്ന ഒരു പദ്ധതിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 600 കിലോമീറ്ററോളം വരുന്ന തീരദേശം, കണ്ടെയ്നർ അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ, നോൺ തുറമുഖങ്ങൾ തുടങ്ങിയ ജലസ്രോതസ്സുകളെല്ലാം സംയോജിപ്പിച്ച് കര, തീരദേശം ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു മാരിടൈം പദ്ധതിയാണിത്. കേരളത്തിൽ ലോക മാരിടൈം ഭൂപടത്തിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ വൻ ശക്തിയായി മാറ്റുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. റോഡും കടലും റെയിലും ഉൾനാടൻ ജലപാതയും നിർമ്മാണ മേഖലയും ഗ്രീൻഫീൽഡ് സിറ്റിയും എന്നിവയെല്ലാം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മിഷൻ സമുദ്ര പദ്ധതിക്കായിട്ട് 400 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. VD സതീശൻ സർക്കാരിൻ്റെ പുതിയ ബഡ്ജറ്റിലെ പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ് ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് ഇനി മുതൽ ഓൺലൈനിലൂടെ നമുക്ക് ഗ്രാമസഭകൾ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് പ്രവാസികൾക്കും ദൂരത്തെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇനി ഗ്രാമസഭകളിൽ ഓൺലൈനായി അറ്റൻഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയാം, നമ്മുടെ നാട്ടിൽ വരേണ്ട വികസനത്തെക്കുറിച്ച് സംസാരിക്കാം. അതായത് നാട്ടിലെ കാര്യങ്ങളുമായി ഒത്തുചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളിലും നമുക്ക് പങ്കെടുക്കാം എന്നുള്ളതാണ്. ഇനി അങ്ങനൊരു നമ്മൾ പുറത്തായതുകൊണ്ട് നാട്ടിലെ കാര്യങ്ങൾ അറിയാതെ നാട്ടിലെ മറ്റ് കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. ഓൺലൈനായി നമുക്ക് അറ്റൻഡ് ചെയ്ത് ഈ കാര്യങ്ങളിലൊക്കെ പരിഹാരം കണ്ടെത്താവുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇന്നത്തെ ബജറ്റിൽ. ഒപ്പം തന്നെ ഗ്രാമങ്ങളുടെ പുരോഗതിക്കായി സർക്കാർ 2138.80 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇത് 3 തരം കാര്യങ്ങൾക്കായാണ് വകയിരുത്തിയിട്ടുള്ളത്. ഒന്ന്, പലതരം ഗ്രാമവികസന പരിപാടികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. അത് 583.24 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അതുപോലെ സാമൂഹ്യ വികസനത്തിനും പഞ്ചായത്തുകൾക്കുമായി 1136.07 കോടി രൂപയാണ് മാറ്റിയിട്ടുള്ളത്. പ്രത്യേക പ്രാദേശിക വികസന പരിപാടികൾക്കായി 419.40 കോടി രൂപയും മാറ്റിയിട്ടുണ്ട്. പുതിയ സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയോടുള്ള സമീപനം എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ബജറ്റാണ് VD സതീശൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ 2025 കെൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ഏതാണ്ട് 2900 കോടിയോളം രൂപ ആരോഗ്യ മേഖലയ്ക്ക് പദ്ധതി വിഹിതം മാറ്റിവെച്ചിരുന്ന ഇത്തവണ അത് ഏതാണ്ട് 800 കോടി രൂപയുടെ കുറവാണ് വിഹിതത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള കുറവ് പദ്ധതി വിഹിതത്തിൽ വന്നിട്ടുണ്ട്. പല പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിന് അലോക്കേഷനൊന്നുമില്ല, ജസ്റ്റ് പ്രഖ്യാപനങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ 2 മേഖലയോടും ഏതൊക്കെ തരത്തിലാണ് പുതിയ സർക്കാർ ഇടപെടാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചന ഈ ബജറ്റ് നൽകുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നിന്നുള്ള സർക്കാരിൻ്റെ പിൻവാങ്ങലിൻ്റെ ഒരു സൂചന നൽകുന്ന ബജറ്റാണിത്. തികച്ചും കൃത്യമായിട്ടും ഒരു നല്ലൊരു വലതുപക്ഷ ബജറ്റ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഉയർന്ന ചികിത്സാ ചെലവുകൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഓരോ കുടുംബത്തെയും സഹായിക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ 25 ലക്ഷം രൂപ വരെ ഓരോ കുടുംബത്തിനും ലഭിക്കുന്ന പദ്ധതിയാണിത്. ഇത് വളരെ സഹായകരമായിരിക്കും ഓരോ കുടുംബത്തിനും.
പ്രാരംഭ ചെലവിനായി 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിനുവേണ്ടി. പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ നികുതി 50% കുറച്ചിട്ടുണ്ട്. ഇത് ഡീസൽ വില വർധനവും അതുപോലെ പ്രിയദർശിനി സൗജന്യ സ്കീം വഴി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ AITP ബസ്സുകളുടെ സീറ്റുകളുടെ നികുതിയിലും കുറവ് വന്നിട്ടുണ്ട്. അതായത് സീറ്റ് ഒന്നിന് വരുന്നത് 2000 രൂപയിൽ നിന്നും 900 രൂപയിലേക്ക് കുറച്ചിട്ടുണ്ട്. സ്ലീപ്പർ നിരക്കിലും 3000 നിന്ന് 1500 കുറച്ചിട്ടുണ്ട്. ട്രെയിലറുകളുടെ നികുതിയിലും കുറവ് വന്നിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പിലാക്കുമെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി 20 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ 2 നഗരങ്ങൾ ഏറെ കാലമായി കാത്തിരുന്ന ഒരു സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു ഇത്. ഇത് സംബന്ധിച്ച് മുൻകാല സർക്കാർ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും ഇത് യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സർക്കാർ ഇത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തയ്യാറാക്കി കഴിഞ്ഞു. എന്നാൽ കോഴിക്കോടാണെങ്കിൽ സാധ്യതാ പഠനങ്ങൾ നടത്തി വരുന്നതേയുള്ളൂ. സംസ്ഥാനത്ത് റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ മറ്റൊരു പ്രധാന ഘടകം. 200 രൂപയായിരുന്ന താങ്ങുവില 250 രൂപയാക്കി മാറ്റുകയായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് 2 തവണ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2024 170 രൂപയായിരുന്ന വില 180 രൂപയാക്കുകയും 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ 180 നിന്ന് 200 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. ഈ 200 രൂപ എന്ന നിരക്കാണ് ഇപ്പോൾ 250 രൂപയാക്കി VD സതീശൻ സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായൊരു സാഹചര്യവുമാണ്. VD സതീശൻ സർക്കാരിൻ്റെ ഇന്നത്തെ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു കേരളത്തെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റും എന്നുള്ളത്. വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകതകൾ, കയറ്റുമതി, ലോജിസ്റ്റിക്, വിനോദസഞ്ചാരം എന്നീ മേഖലകളിലെ സാധ്യതകൾ കണക്കിലെടുത്താണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 200 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. നിലവിൽ കേരളത്തിലുള്ള 4 വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുക. അതുപോലെ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കും. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകം പ്രോത്സാഹനം നൽകും. അവർക്ക് ഭൂമി ഏറ്റെടുത്തു കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അതുപോലെ സ്പേസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു നിഷ്പക്ഷ സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഈ ബജറ്റ് കേവലം അക്കങ്ങളുടെ കളി മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളെ തുറന്നു സമ്മതിച്ചുകൊണ്ടുള്ള ഒരു തിരുത്തൽ രേഖയാണെന്ന വാദം ഉയർന്നു വരുന്നുണ്ട്. ജനപ്രിയ ക്ഷേമ പദ്ധതികളും ദീർഘകാല നിക്ഷേപ ലക്ഷ്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ ധനവകുപ്പ് ശ്രമിച്ചിട്ടുണ്ടെന്നും ധനകാര്യ വിദഗ്ധർ പറയുന്നു. എന്നാൽ ഈ പ്രഖ്യാപനങ്ങളെല്ലാം കൃത്യമായ സമയപരിധിക്കുള്ളിൽ യാഥാർത്ഥ്യമാക്കുക എന്നതിലായിരിക്കും ഈ സർക്കാരിന്റെ യഥാർത്ഥ വിജയം ഇരിക്കുന്നത്.